ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമ സിംഹങ്ങളുടെ അവസ്ഥ ഒരൽപ്പം പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും അതിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെയും കാര്യം ഒരൽപ്പം കഷ്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയായ സിന്ധു സൂര്യകുമാർ എല്ലാ ആഴ്ചയും ഏഷ്യാനെറ്റ് ന്യൂസിൽ അവതരിപ്പിക്കുന്ന പരിപാടിയായ കവർ സ്റ്റോറിക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ഇക്കഴിഞ്ഞ മാർച്ച് 1 പുറത്തിറങ്ങിയ കവർ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മഹാകുംഭമേളയായിരുന്നു. കുംഭമേളയെ അത്ര കണ്ടങ്ങ് പരിഹസിക്കുന്നില്ലെങ്കിൽ പോലും വസ്തുതകളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചില പരിഹാസങ്ങൾ സിന്ധു സൂര്യകുമാർ പതിവ് പോലെ പരിപാടിയിൽ ഉന്നയിച്ചു. ഈ പരിഹാസങ്ങൾ ഹിന്ദു സമൂഹത്തെയും മഹാകുംഭമേളയും ആകെ അപമാനിക്കുന്ന തരത്തിലായിപ്പോയി എന്നും ഇനി ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നുമുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് നൽകിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമ കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടൊരു പരിപാടി തങ്ങളെ വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒട്ടേറെ മലയാളികൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പരിപാടി മഹാകുംഭമേളയെ പരിഹസിക്കും വിധമെന്ന് തങ്ങൾക്ക് തോന്നിയെന്നാണ് അവർ അറിയിച്ചത്. മഹാകുംഭമേളയിൽ പങ്കെടുത്ത കോടിക്കണക്കിന് വിശ്വാസികളിൽ എൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു. ഞാൻ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലപ്പത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഇത്തരമൊരു ചടങ്ങിനെ കുറിച്ച് അശ്രദ്ധമായ പരിഹാസ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊരു മതത്തിലെയും പോലെ ഓരോ ഹിന്ദുവിനും അവരുടെ വിശ്വാസം പ്രധാനമാണ്. അത് ബഹുമാനിപ്പിക്കപ്പെടണമെന്നും കേരളം ഉൾപ്പെടെ രാജ്യമുടനീളമുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. പക്ഷേ ഈ കുറിപ്പ് പുറത്തു വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അൺസ്റ്റോപ്പബിൾ എന്ന പരിപാടിയിൽ ബിനു വി ജോൺ എന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമ സിംഹം ഒരു അവകാശവാദം മുന്നോട്ട് വച്ചിരുന്നു. ഇൻവെസ്റ്റർമാർ എഡിറ്റോറിയൽ തീരുമാനങ്ങളിൽ ഇടപെടാത്ത ഏക മാധ്യമ സ്ഥാപനം അത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരിക്കുമെന്ന്. അത് പറഞ്ഞ് ദിവസങ്ങൾക്കകമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമ ഒരു പരിപാടിയുടെ പേരിൽ അതിലുന്നയിച്ച വസ്തുതാപരമായ ചില പരിഹാസങ്ങളുടെ പേരിൽ മാധ്യമ പ്രവർത്തകരെ പരസ്യമായി ഇങ്ങനെ താക്കീത് ചെയ്യുന്നത്. ഇത്തരം മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇങ്ങനെ പരസ്യമായി താക്കീതും മുന്നറിയിപ്പും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 1 പുറത്തിറങ്ങിയ ഏഷ്യാനെറ്റ് ന്യൂസിലെ കവർ സ്റ്റോറി എന്ന സിന്ധു സൂര്യകുമാറിന്റെ പരിപാടിയിൽ തലക്കെട്ട് തന്നെ കുംഭമേളയിലെ സ്നാനവും കേരള രാഷ്ട്രീയത്തിലെ നവധാരകളും എന്നായിരുന്നു. ആ തലക്കെട്ടോടു കൂടിയുള്ള പരിപാടിയിലാണ് കുംഭമേളയെ കുറിച്ച് വസ്തുതകളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചില വിമർശനങ്ങൾ, ചില പരിഹാസങ്ങൾ സിന്ധു സൂര്യകുമാർ ഉന്നയിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിന്ധു സൂര്യകുമാറിനും ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമ സിംഹങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ള BJP നേതാക്കൾ എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും കുംഭമേള ഒരു പരാജയമായിരുന്നു എന്നത് ഒരു തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. 2 റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ തന്നെ കുംഭമേള എത്ര വലിയ പരാജയമായിരുന്നു എന്ന് വ്യക്തമാണ്. ആദ്യത്തേത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് 13 ഇരട്ടിയാണ് ഗംഗാ ജലത്തിലെ, ഈ സ്നാനം ചെയ്യുന്ന ത്രിവേണി സംഗമത്തിലെ ജലത്തിലെ കോളിഫോം ബാക്ടീരിയ അഥവാ മനുഷ്യ മൃഗ വിസർജ്യങ്ങളിലുള്ള കോളിഫോം ബാക്ടീരിയയുടെ അളവെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. അതോടൊപ്പം സർക്കാർ കണക്കുകൾ കുംഭമേളയിൽ നടന്ന തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 30 മാത്രമാണെന്ന് പറയുമ്പോഴും ദേശീയ മാധ്യമമായ ന്യൂസ് ലോണ്ടറി നടത്തിയ അന്വേഷണത്തിൽ കുംഭമേളയിലുണ്ടായ തിക്കിലും തിരക്കിലും ഏറ്റവും ചുരുങ്ങിയത് 79 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ ചെയ്തത്. എന്തായാലും ഈ കണക്കുകളെല്ലാം കുംഭമേളയുടെ പരാജയത്തെ സൂചിപ്പിക്കുമ്പോഴും കുംഭമേളയെ ആരും വിമർശിക്കാനോ പരിഹസിക്കാനോ പാടില്ല. പ്രത്യേകിച്ച് BJP നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള
ചാനൽ അത് ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമ സിംഹങ്ങളുടെ അവസ്ഥ ഒരല്പം പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.